ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവേ തമിഴ്നാട്ടിൽ തട്ടുകട അല്ലെങ്കിൽ ടീ കട ഉണ്ടാവില്ല, അങ്ങനെയുള്ള കടയിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ വടയായത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാരാവടയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ പരിപ്പ് വട ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരുവിധം എല്ലാ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമായത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയായത്. നല്ല ചൂട് ചായേൻ്റെ ഒന്നിച്ചോ കോഫീൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഈ വടക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന പരിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പട്ടാണി പരിപ്പില്ലേ, നമ്മൾ ഗ്രീൻ പീസ് പരിപ്പ്, ആ ഒരു പരിപ്പാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. പൊതുവേ തട്ടുകടയിലല്ലേ ടീ കടയിലെല്ലാം ചെയ്യുന്ന സമയത്ത് പട്ടാണി പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. പക്ഷേ പട്ടാണി പരിപ്പ് ചിലപ്പോൾ എല്ലാ കടയിലും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വേണമെങ്കിൽ മാത്രം നമ്മൾക്ക് ഇതിലേക്ക് കടലപ്പരിപ്പ് ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റും ആ ഒരു ടെക്സ്ചറെല്ലാം കിട്ടുന്നത് നമ്മൾ പട്ടാണി പരിപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് പട്ടാണി പരിപ്പ് എടുത്തിന്. അതിലേക്ക് സെയിം കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് ഉഴുന്ന പരിപ്പ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് അളന്നെടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഏത് കപ്പിലാണോ പരിപ്പ് അളന്നെടുത്തിന് അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് എന്നുള്ള അളവിലാണ് ഉഴുന്നെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്ത പരിപ്പ് ഉഴുന്നും നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം മിനിമം 2 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെക്കണം. അപ്പം ഞാനിവിടെ രണ്ട് പാത്രത്തിലായിട്ട് കുതിർത്ത് വെക്കുന്നതാണ്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് മിക്സിയിൽ ചെയ്യാനുള്ള രീതി കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് 2 പാത്രത്തിലായിട്ട് കുതിർത്ത് വെച്ചിന്. പക്ഷെ ഞാനിത് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുന്നത്. പൊതുവേ തട്ടുകടയിൽ നിന്നെല്ലാം ഗ്രൈൻഡറിൽ തന്നെ അരച്ചെടുക്കുക. കാരണം നന്നായിട്ട് ഇത് പതഞ്ഞ് വന്നാലാണ് ആ ഒരു വടക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറെല്ലാം കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഗ്രൈൻഡർ ഇല്ല അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. ഫസ്റ്റ് തന്നെ ഉഴുന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം പരിപ്പും ചേർത്തിട്ട് അതിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഗ്രൈൻഡറിലേക്ക് ഫസ്റ്റ് തന്നെ ഉഴുന്നിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ പരിപ്പും ചേർത്തിട്ടുണ്ട്. രണ്ടും ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് പേസ്റ്റ് പോലെയല്ല വേണ്ടത്, കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ റവയെല്ലാം ഉണ്ടാകുന്ന പോലെ ഒരു തരിതരിപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഒട്ടും മുഴുവനൊന്നും പരിപ്പില്ലാത്ത വിധത്തിൽ തട്ടിയെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ എന്നുള്ള അളവിൽ വെള്ളം ചേർത്താൽ മതി. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ വരാൻ പാടില്ല, അതുപോലെ ഒട്ടും വെള്ളമില്ലാത്ത വിധത്തിലും നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന വിധത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. പരിപ്പൊന്നും മുഴുവനായിട്ടില്ലാത്ത വിധത്തിൽ നല്ല റവ പോലെ അരച്ചെടുത്താൽ മതി. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന വിധത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ കണ്ട ഈ ഒരു രീതിയിലാണ് വേണ്ടത്. കുറച്ചൊരു റവേനേക്കാളും കുറച്ച് വലിപ്പത്തിൽ തരിതരിയായിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ മാവ് ഇതുപോലെ ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ലേ, നമ്മൾ ഇഡ്ലിക്കെല്ലാം അരക്കുമ്പോഴും ആ ഒരു ലൈറ്റ് ആയിട്ടില്ല പോലെ അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. സാധാരണ പത്തിരിപ്പൊടിയാണ്. ഈ ഒരു അളവിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണാണ് അരിപ്പൊടി ചേർക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിന് മാത്രമാണ് വെള്ളം ചേർക്കേണ്ടത്. 1-2 ടേബിൾ സ്പൂൺ അങ്ങനെ വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തത് ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 25 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സവാള ചേർത്താലും മതി. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 5-6 പച്ചമുളക്, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, അതിലേക്ക് മല്ലിയില, കറിവേപ്പില. അടുത്തത് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അരക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ഈ മാവ് റെഡിയാക്കുമ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല ബേസിക്കായിട്ടുള്ള ആ ഒരു വടേൻ്റെ റെസിപ്പിയാണ്, സാധാരണമായിട്ട് ചെയ്യുന്ന രീതി. ഇതിന് പല മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാം. കാരാവട എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരിപ്പ് കുതിർക്കുന്ന സമയത്ത് തന്നെ അതിൽ വറ്റൽമുളകെല്ലാം കുതിർത്ത് അതും ചേർത്ത് അരച്ചെടുക്കാം. വേണമെങ്കിൽ അരക്കുന്ന സമയത്ത് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പെരിഞ്ജീരകം അതെല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് പ്ലെയിനായിട്ടാണ് കാണിച്ചിന്. അപ്പോൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വട ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഉടനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. സാധാരണ സൺഫ്ലവറാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ മാവെടുത്തിട്ട് റഫായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം വലിപ്പത്തിലെടുത്താൽ മതി. ഒരുപാട് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റഫായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ ഇടൂലേ, അതുപോലെ ചെയ്താൽ മതി. കാരണം ഈ ഒരു വട ഒരുപാട് നല്ല സ്മൂത്തായിട്ടുള്ള ആ ഒരു ഷേപ്പിലല്ല ഉണ്ടാവുക, കുറച്ചൊരു റഫായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പം ഞാൻ ഈ ഒരു കടായിലേക്ക് ഏകദേശം 4 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ എത്രയാണ് ഓയിൽ എടുക്കുന്ന വൈഡായിട്ടുള്ള പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഒന്നിച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സൈഡ് ലൈറ്റായിട്ട് ഇങ്ങനെ കളർ മാറി വരുന്ന സമയത്ത് അടുത്ത സൈഡും മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം ഒട്ടും വെന്ത് വരില്ല. അതുപോലെ ആ പരിപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോലെ ഉണ്ടാവും. നല്ല രീതിയിൽ വെന്ത് നന്നായിട്ട് വരണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. 2 സൈഡും മറിച്ചിട്ടിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റ് ടൈം എടുക്കും. ആ ഒരു സമയം കൊണ്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ഓയിലിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾക്ക് ചുട്ടെടുക്കാം. അതുപോലെ നമ്മളിങ്ങനെ മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ മാവുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. 2-3 ദിവസത്തേക്ക് നമ്മൾക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. ഒട്ടും അത് പുളിച്ചു പോവുമോ അല്ലെങ്കിൽ മോശമായി പോവുമോ അങ്ങനെയൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എത്രയാണ് വേണ്ടത് അത്രയും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാരാവട ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കാരാവട എന്ന് പറഞ്ഞാൽ നല്ല എരിവായിട്ടുള്ള വട എന്നുള്ളത് ഇതാണ്. കാരം എന്ന് പറഞ്ഞാൽ എരിവ് എന്നാണ് പറയുക. അപ്പം നമ്മൾക്ക് എത്രയാണ് പച്ചമുളക് വേണ്ടത് അതിനനുസരിച്ച് ചേർക്കണം. ഞാനിതിലേക്ക് 6 പച്ചമുളകാണ് ചേർത്തിന്. അത് നല്ല സ്പൈസി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പച്ചമുളക് വേണം അതിന് നോക്കിയിട്ട് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവുക. അപ്പം ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ കണ്ട ഉൾഭാഗം നല്ല തരിതരിപ്പായിട്ട് നല്ല രീതിയിൽ വെന്തിട്ടായില്ലത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയായത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.